അരുണാചൽ പ്രദേശിൽ 1978 പാസാക്കിയ ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട് നടപ്പിലാക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. മാർച്ച് 6-ന് അതിനുവേണ്ടി നിയമസഭ സമ്മേളിക്കുവാൻ പോകുന്നു. ഈ നിയമസഭാ സമ്മേളനം നടക്കുന്നതിനോടനുബന്ധിച്ച് ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ടിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് അരുണാചൽ പ്രദേശിലെ ക്രൈസ്തവ സമൂഹം ഉയർത്തുന്നത്. ഫെബ്രുവരി മാസം 17 തിങ്കളാഴ്ച 8 മണിക്കൂർ നീണ്ട ഉപവാസ സമരമാണ് ആദ്യഘട്ടത്തിൽ അവർ നടത്തിയത്. ഈ ആഴ്ച മുഴുവൻ അവർ ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ നിങ്ങൾ കാണുക. Praise the Lord. Hallelujah. मौका को किया है क्या? अरे हम लोग तो शांति से बैठ रहा। जब अयोध्या को तोड़ दिया 1992 में, जब गोधरा रायट हुआ है गुजरात में, हम लोग का यह लड़ाई हुआ है धर्म का, हुआ है तो नहीं हुआ है तो क्या जरूरत है अफरा को लेके आने के लिए? किस लिए लेके आ रहा है? ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട് എന്ന പേരിൽ 1978 സ്ഥാപിതമായ ഈ നിയമം സത്യത്തിൽ മത സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ളതായിരുന്നില്ല. ക്രൈസ്തവ സമൂഹത്തെ അതിൻ്റെ വളർച്ചയെ തടയുവാൻ വേണ്ടി കൊണ്ടുവന്ന നിയമമായിരുന്നു. എന്നാൽ അത് കാര്യമായി നടപ്പിലാക്കുവാൻ അവിടെയുള്ള പ്രാദേശിക സർക്കാരുകൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്ന് ആ നിയമം കൊണ്ടുവരുമ്പോൾ അരുണാചൽ പ്രദേശിലെ ക്രൈസ്തവരുടെ അംഗസംഖ്യ ഏകദേശം 4000-ഓ അതിലല്പം കൂടുതലോ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ക്രൈസ്തവരുടെ അംഗസംഖ്യ ഔദ്യോഗികമായി തന്നെ 4 ലക്ഷത്തിലധികമാണ്. അവിടെയുള്ള ക്രൈസ്തവ സംഘടനകൾ, സഭകൾ അവകാശപ്പെടുന്നത് 50%-ലധികം, അതായത് ജനസംഖ്യയുടെ 50%-ലധികം ക്രൈസ്തവരാണ് എന്ന് അവർ അവകാശപ്പെടുന്നു. അതായത് 14 ലക്ഷം വരുന്ന ജനസംഖ്യയിൽ 7 ലക്ഷത്തിലധികം ആളുകൾ ക്രൈസ്തവരായി മാറിയിരിക്കുന്നു എന്നാണ് ക്രൈസ്തവ സഭകൾ അവകാശപ്പെടുന്നത്. ഈ അവകാശവാദം ഏകദേശം ശരിയാണെന്ന് കഴിഞ്ഞ ഒരു 40 വർഷത്തെ അല്ലെങ്കിൽ 50 വർഷത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ വളർച്ചയുടെ കണക്കുകളുടെ പെർസെൻറ്റേജ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എങ്ങനെയാണ് അരുണാചൽ പ്രദേശിൽ ക്രൈസ്തവ സഭ ഇങ്ങനെ അഭൂതപൂർവമായ ഒരു വളർച്ച നേടിയത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഗവൺമെന്റ് ഈ നിയമം ശക്തമാക്കി ഇംപ്ലിമെന്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നത്? ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. അരുണാചൽ പ്രദേശിലെ ക്രൈസ്തവ സാന്നിധ്യം എങ്ങനെ ഉണ്ടായി, അതിന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്, ഇപ്പോൾ അരുണാചൽ പ്രദേശിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ അവസ്ഥ എന്തൊക്കെയാണ്, ഏതൊക്കെ സഭകളാണ് അവിടെ വളർച്ച പ്രാപിക്കുന്നത്, നമുക്ക് പരിശോധിക്കാം. അരുണാചൽ പ്രദേശിലെ ക്രൈസ്തവ വളർച്ചയുടെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശ് ചൈനയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. പ്രധാനമായും ഗോത്രവർഗങ്ങളാണ് അരുണാചൽ പ്രദേശിലെ ജനവിഭാഗങ്ങൾ. എന്നാൽ ആസാമിനോട് ചേർന്ന ഭാഗത്ത് കുറെ ഹൈന്ദവ സമൂഹങ്ങളുണ്ട്. അതുപോലെ തന്നെ ടിബറ്റിനോട് ചേർന്ന ഭാഗത്ത് കുറെ ബുദ്ധമത അനുയായികളുമുണ്ട്. ഗോത്രവർഗ മേഖലയിൽ താമസിക്കുന്നവർ അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ ഏകദേശം 26 പ്രധാനപ്പെട്ട ഗോത്രങ്ങളിലും അതിൻ്റെ അവാന്തര വിഭാഗങ്ങളായ 100ഓളം ഗോത്രങ്ങളിലും ഉൾപ്പെട്ടവരാണ്. ഈ ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഹൈന്ദവ മതത്തിന്റെ ഭാഗമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ RSS പോലെയുള്ള ഹൈന്ദവ സംഘടനകൾ അവകാശപ്പെടുന്നത് ഈ ഗോത്രവർഗ സംസ്കാരവും വിശ്വാസവുമുള്ള ജനങ്ങളെ ഹൈന്ദവ സനാതന ധർമ്മത്തിന്റെ ഭാഗമായി കണക്കാക്കുകയാണ് ഞങ്ങൾ, അതുകൊണ്ട് ഇവരും ഹൈന്ദവ മതത്തിന്റെ ഭാഗമാണ് എന്നാണ് RSS മുന്നോട്ട് വെക്കുന്ന ആശയം. അരുണാചൽ പ്രദേശിലെ ഗോത്രവർഗങ്ങളുടെ പ്രധാന വിശ്വാസധാര അനിമിസത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ്.
അവർ സൂര്യചന്ദ്രന്മാരെ പോലെയുള്ള പ്രകൃതി ശക്തികളെയാണ് ആരാധിച്ചു വരുന്നത്. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലുള്ള ഹൈന്ദവ മതവിശ്വാസവുമായി യാതൊരുവിധ ബന്ധങ്ങളുമില്ലാത്ത ഒരു ആരാധനാ രീതിയും വിശ്വാസധാരയുമാണ് ഈ ഗോത്രവർഗ സമൂഹങ്ങൾ പുലർത്തിപ്പോരുന്നത്. അരുണാചൽ പ്രദേശ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ഭൂപ്രദേശമാണ്. പ്രധാനമായും അതിന്റെ കാരണം ചെങ്കുത്തായ മലകളാണ് ആ പ്രദേശത്തിന്റെ ഒരു പ്രത്യേക. താഴ്വരകളിലാണ് ജനങ്ങൾ കൂടുതൽ പാർക്കുന്നത്. വലിയ നഗരങ്ങൾ അരുണാചൽ പ്രദേശിലില്ല. ഏകദേശം 10ഓളം ചെറു പട്ടണങ്ങൾ മാത്രമാണ് അരുണാചൽ പ്രദേശിലുള്ളത്. തലസ്ഥാനമായ ഇറ്റാനഗറാണ് ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ പട്ടണം. അരുണാചൽ പ്രദേശിൽ ഏകദേശം 50ഓളം ഗോത്ര ഭാഷകളുണ്ട്. ഈ ഗോത്ര ഭാഷകൾ തമ്മിൽ പരസ്പരം ഒരു ബന്ധവുമില്ലാത്ത ഭാഷകളാണ് കൂടുതലും എന്നുള്ളതാണ് പ്രത്യേകത. അതായത് ഒരു ഗോത്രം പറയുന്ന ഭാഷ മറ്റൊരു ഗോത്രത്തിലെ ആളുകൾക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് തന്നെ 3 പ്രധാനപ്പെട്ട ഭാഷകൾ അവിടെ ഒരു ലിങ്ക് ഭാഷകളായി പ്രവർത്തിക്കുന്നുണ്ട്. ആസാമീസ്, ഹിന്ദി, അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഇംഗ്ലീഷ്. ഈ 3 ഭാഷകൾ ഉപയോഗിച്ചാണ് പൊതുവിൽ ആശയ സംവേദനം നടന്നുകൊണ്ടിരിക്കുന്നത്. 2021 ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഈ ഇറ്റാനഗർ സന്ദർശിക്കുകയും നിരവധി സഭകളിൽ ആരാധനകളിൽ പങ്കെടുക്കുകയും അവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അഭൂതപൂർവമായ വളർച്ചയാണ് ക്രൈസ്തവ സമൂഹത്തിന്, പ്രത്യേകിച്ച് റിവൈവൽ മൂവ്മെന്റുകൾക്ക്, പെന്തക്കോസ്ത സഭകൾക്ക് സമീപകാലത്ത് അരുണാചൽ പ്രദേശിൽ ഉണ്ടായിരിക്കുന്നത്. അരുണാചൽ പ്രദേശിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ വളർച്ചയുടെ, സഭകളുടെ ആരംഭത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് മിഷണറിമാരുടെയും സ്കോട്ടിഷ് മിഷണറിമാരുടെയും വരവോടുകൂടിയാണ്. 1834 CA ബ്രൂസ്, റവറൻഡ് നഥാൻ ബ്രൗൺ എന്നീ അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് മിഷണറിമാർ എത്തിച്ചേർന്നു. അവരാണ് ആദ്യമായിട്ട് മിഷണറി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അവർ സ്കൂളുകൾ ആരംഭിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്തത്. എന്നാൽ അധികകാലം അവർക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിച്ചില്ല. പ്രധാനമായിട്ടും അതിൻ്റെ കാര്യം ഈ അനിമിസത്തിൽ വിശ്വസിക്കുന്ന ഗോത്രവർഗക്കാരുടെ ശക്തമായ എതിർപ്പ് ഈ മിഷണറിമാർക്ക് നേരിടേണ്ടി വന്നു. മാത്രവുമല്ല, അമേരിക്കൻ മിഷണറിമാരായ ഇവരോട് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിന് താല്പര്യമില്ലായിരുന്നു. ഈ 2 വിഭാഗങ്ങളുടെ എതിർപ്പ് നേരിട്ടതോടെ ഇവർക്ക് ആസാമിലേക്ക് തങ്ങളുടെ പ്രവർത്തന മേഖല മാറ്റേണ്ടതായി വന്നു. 1854 ഫ്രാൻസിൽ നിന്നുള്ള ഫാദർ നിക്കോളാസ് ക്രിക്കി, ഫാദർ അഗസ്റ്റിൻ ബോറി എന്നീ മിഷണറിമാർ എത്തിച്ചേർന്നു. എന്നാൽ അവർക്കും അധികകാലം പിടിച്ചു നിൽക്കുവാൻ സാധിച്ചില്ല. ഈ ഗോത്രവർഗക്കാർ അവരെ കൊന്നുകളയുകയായിരുന്നു. 1920 വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ഒരു ക്രിസ്ത്യാനി പോലും അരുണാചൽ പ്രദേശിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ 1910 ശേഷം നിരവധി മിഷണറി സംഘടനകൾ അരുണാചൽ പ്രദേശിലേക്ക് ശ്രദ്ധയൂന്നുകയും ചില സ്കൂളുകളൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ആരംഭിക്കുകയും ചെയ്തു. 1920 ആദ്യമായി 2 പേർ ക്രിസ്തുവിശ്വാസം സ്വീകരിക്കുന്നത്. ഡുഗ്യോൺ ലെഗോ, തമിക് ദാബി എന്നിവരാണ് ആദ്യമായി അരുണാചൽ പ്രദേശിൽ ക്രിസ്തുവിശ്വാസം സ്വീകരിക്കുന്ന തദ്ദേശീയരായിട്ടുള്ള ആളുകൾ. ഇവർ അരുണാചൽ പ്രദേശിന്റെ കിഴക്കൻ മേഖലയിൽ വസിക്കുന്നവരായിരുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ പടിഞ്ഞാറ് ഭാഗത്തും ചിലർ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. പടിഞ്ഞാറ് ഭാഗത്തെ പ്രമുഖ ഗോത്രങ്ങളിലൊന്നായ നിഷ്യ വിഭാഗത്തിൽ നിന്ന് സെൻസുനാർ എ നിഷി എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് ആ ഭാഗത്ത് നിന്ന് ക്രിസ്തുവിനെ അംഗീകരിക്കുന്നത്. അരുണാചൽ പ്രദേശിന്റെ സമീപ സംസ്ഥാനമായ ആസാമിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ മിഷണറിമാർ ചില സ്കൂളുകൾ സ്ഥാപിച്ചു. ഷില്ലോങ്ങിൽ സ്കൂളുകൾ സ്ഥാപിച്ചു. ഈ സ്കൂളുകളിലേക്കൊക്കെ അരുണാചൽ പ്രദേശിൽ നിന്ന് ധാരാളം വിദ്യാർത്ഥികൾ എത്തുകയും പഠനം നടത്തുകയും ചെയ്തു. ആ വിദ്യാർത്ഥികൾ പലരും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് മാറ്റപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച വിദ്യാർത്ഥികൾ തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവരിലൂടെ ക്രൈസ്തവ വിശ്വാസം അരുണാചൽ പ്രദേശിൽ വ്യാപിക്കുവാൻ തുടങ്ങി. 1960കളിലാണ് ബാപ്റ്റിസ്റ്റ് മിഷന്റെ പ്രവർത്തനം ശക്തി പ്രാപിക്കുന്നത്. ഇന്നും അരുണാചൽ പ്രദേശിലെ പ്രമുഖ സഭാ വിഭാഗങ്ങളിലൊന്നാണ് ബാപ്റ്റിസ്റ്റ് ചർച്ചുകൾ. ഇപ്പോൾ ഏകദേശം 1000-ലധികം ബാപ്റ്റിസ്റ്റ് ചർച്ചുകൾ അരുണാചൽ പ്രദേശിൽ ഉടനീളമായിട്ടുണ്ട്. 1963 മുതൽ കത്തോലിക്ക സഭ ശക്തമായ പ്രവർത്തനങ്ങളുമായി അവിടെ എത്തി. ധാരാളം സ്ഥാപനങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് ആ പ്രദേശങ്ങളിലുണ്ട്. മലയാളികളായിട്ടുള്ള ധാരാളം പുരോഹിതന്മാരും കന്യാസ്ത്രീകളും ഇന്ന് അരുണാചൽ പ്രദേശിൽ ശക്തമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു.
1989 മുതലാണ് പെന്തക്കോസ്ത സഭകൾ ഈ ദേശത്ത് പ്രവർത്തനങ്ങളുമായി എത്തുന്നത്. യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ ചർച്ചസ് ഓഫ് നോർത്ത് ഈസ്റ്റ് ആണ് ആദ്യഘട്ടത്തിൽ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നത്. പിന്നീട് നാഗാലാൻഡിൽ തുടക്കം കുറിച്ച ക്രിസ്ത്യൻ റിവൈവൽ ചർച്ച് എന്ന പെന്തക്കോസ്ത് മുന്നേറ്റം അതിശക്തമായ വളർച്ചയാണ് നേടിയിരിക്കുന്നത്. ഇനി ക്രൈസ്തവ പീഡനങ്ങൾ അരുണാചൽ പ്രദേശിൽ ഏത് കാലഘട്ടത്തിലാണ് നടന്നതെന്നും നോക്കാം. 1970കളിലും 80കളിലും അതിശക്തമായ പീഡനങ്ങൾ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ മിഷണറിമാർക്ക് ശക്തമായ എതിർപ്പുകൾ തദ്ദേശീയരായ ജനങ്ങളിൽ നിന്നുണ്ടായെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ 1970കളിൽ ക്രിസ്ത്യാനിറ്റി അരുണാചൽ പ്രദേശിൽ വളർച്ച പ്രാപിക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ അതിശക്തമായ എതിർപ്പുകൾ ഉണ്ടായി. ആ സമയത്തുണ്ടായ എതിർപ്പുകൾ ഗോത്രവർഗക്കാരിൽ നിന്നുണ്ടായ എതിർപ്പുകൾ മാത്രമല്ല, അന്നത്തെ ഭരണകൂടത്തിൽ നിന്നും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അതിശക്തമായ എതിർപ്പുകളാണ് സഭ നേരിടേണ്ടി വന്നത്. 1974 ഒരു പ്രദേശത്ത് തന്നെ 47 ക്രൈസ്തവ ആരാധനാലയങ്ങൾ അഗ്നിക്കിരയാക്കപ്പെട്ടു. കൂടാതെ അവിടെയുള്ള ക്രൈസ്തവരുടെ വീടുകൾ കൊള്ളയടിക്കപ്പെട്ടു, ക്രൈസ്തവർ ആട്ടിയോടിക്കപ്പെട്ടു, നിരവധി പേർ കൊല്ലപ്പെട്ടു. ഇങ്ങനെ അതിക്രൂരമായ പീഡനങ്ങൾക്ക് അരുണാചൽ പ്രദേശിലെ ക്രൈസ്തവർ വിധേയരായി. എന്നാൽ അപ്പോഴും സഭ അതിശക്തമായി വളർച്ച പ്രാപിച്ചു എന്നുള്ളതാണ് പിൽക്കാല ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അരുണാചൽ പ്രദേശിലെ ക്രൈസ്തവ വളർച്ച ഇങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ സംഭവിച്ചത് അടിസ്ഥാനപരമായി ജനങ്ങൾക്കുണ്ടായ രൂപാന്തരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗോത്രവർഗങ്ങളിൽപ്പെട്ടിരുന്ന ഈ ജനവിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുകയും അവരുടെ ജീവിത രീതികൾ മാറുകയും അവരുടെ സ്വഭാവത്തിന് രൂപാന്തരം ഉണ്ടാകുകയും ഒക്കെ ചെയ്ത് അടിസ്ഥാനപരമായി അവർക്ക് മാറ്റമുണ്ടായതോടുകൂടെ അവരുടെ സാമൂഹ്യ ജീവിത സാഹചര്യങ്ങൾക്കെല്ലാം വ്യത്യാസമുണ്ടായി. ഇതാണ് പ്രധാനമായിട്ട് ക്രൈസ്തവ സമൂഹം, സഭകൾ അവിടെ വളർച്ച പ്രാപിക്കുവാൻ പ്രധാനപ്പെട്ട ഒരു കാരണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ ആ ദേശത്തെ ജനങ്ങളെ അവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് ഉയർച്ച ഉണ്ടാക്കുവാൻ ക്രൈസ്തവ സമൂഹത്തിന് സാധിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗോത്രവർഗ മേഖലയിലെല്ലാം മദ്യപാനം ഒരു വലിയ ദുരന്തമായി, സാമൂഹ്യ ദുരന്തമായി ആ സമൂഹത്തെ എല്ലാം വല്ലാതെ ബാധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ക്രൈസ്തവരായി മാറുന്ന ആളുകളുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അവരുടെ മദ്യപാന ശീലങ്ങൾക്ക് മാറ്റം വരുന്നു. അത് അവരുടെ കുടുംബ ജീവിതത്തിലും സാമൂഹ്യ അന്തരീക്ഷത്തിലുമെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരികയും അവർക്ക് സാമ്പത്തികമായും മറ്റു നിലകളിലും സാംസ്കാരികമായും ഉയർച്ച ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന അവരുടെ സ്നേഹിതർ, കുടുംബാംഗങ്ങൾ, മറ്റുള്ളവർ ഒക്കെ ഈ വിശ്വാസത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അരുണാചൽ പ്രദേശിലുടനീളം ക്രൈസ്തവ സഭകൾ വളർച്ച പ്രാപിച്ചു. ആ വളർച്ചയെ തടഞ്ഞു നിർത്തുവാൻ പ്രാദേശികമായ ഈ ഗോത്രവർഗ സംസ്കാരത്തിനോ അതിൻ്റെ ആളുകൾക്കോ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്രൈസ്തവ സമൂഹത്തിന്റെ വളർച്ച, ക്രൈസ്തവ വിശ്വാസത്തിന്റെ വളർച്ച, ക്രൈസ്തവ സഭകളുടെ വളർച്ച ഗോത്രവർഗങ്ങളുടെ സംസ്കാരത്തെ തകർക്കുന്നു, അവരുടെ ജീവിത രീതിയെ തകർക്കുന്നു എന്നുള്ള പരാതി ആദ്യം ഉയർത്തിയത് ഒരു ബ്രിട്ടീഷുകാരനായ മുൻ മിഷണറിയാണ്. അദ്ദേഹത്തിന്റെ പേര് ഹാരി വെറിയർ എൽവിൻ എന്നാണ്. ഇദ്ദേഹം ബ്രിട്ടനിലെ ഒരു ബിഷപ്പിന്റെ മകനായി ജനിച്ചു വളർത്തപ്പെട്ടു. ഇന്ത്യയിലേക്ക് ഒരു മിഷണറിയായി 1927 ഇന്ത്യയിൽ വന്ന് മിഷണറി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ ആശ്രമം സന്ദർശിച്ചു. ഒപ്പം രവീന്ദ്രനാഥ ടാഗോറിന്റെ ആശയങ്ങളിലും അദ്ദേഹം ആകൃഷ്ടനായി. ഗാന്ധിയുമായും രവീന്ദ്രനാഥ ടാഗോറുമായും അടുത്ത ബന്ധം പുലർത്തിയ ഈ മിഷണറി തൻ്റെ ക്രിസ്തീയ വിശ്വാസവും മിഷണറി പ്രവർത്തനവും ഉപേക്ഷിച്ച് ഒരു ഹൈന്ദവ വിശ്വാസം സ്വീകരിച്ച് ഹൈന്ദവനായി പിൽക്കാലത്ത് ഇന്ത്യയിൽ താമസിച്ചു. 1954 ഇന്ത്യയുടെ ഔദ്യോഗിക പൗരത്വം ഇദ്ദേഹത്തിന് ലഭിച്ചു. ഇദ്ദേഹം ജവഹർലാൽ നെഹ്റുവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ജവഹർലാൽ നെഹ്റു ഇന്ത്യ ഗവൺമെന്റിന്റെ നോർത്ത് ഈസ്റ്റ് സംബന്ധമായിട്ടുള്ള ഗോത്രവർഗങ്ങളുമായി ബന്ധപ്പെട്ട നരവംശ വിഷയങ്ങളുടെ ഉപദേശകനായി നിയമിച്ചു. പിൽക്കാലത്ത് ഗവൺമെന്റ് ഇദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിക്കുകയും ചെയ്തു. 1964 മരണമടഞ്ഞ ഈ ബ്രിട്ടീഷുകാരനായ മുൻ മിഷണറിയാണ് ഗോത്രവർഗ മേഖലയിൽ, പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശിൽ ക്രൈസ്തവ സഭകളുടെ മുന്നേറ്റം, ക്രൈസ്തവ സഭകളുടെ വളർച്ച, അവിടുത്തെ ഗോത്രവർഗങ്ങളുടെ സാംസ്കാരിക തനിമയെ നശിപ്പിക്കുമെന്ന് ആദ്യമായി
ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ ആശയത്തിന് അക്കാലത്ത് വലിയ പ്രസക്തി ഉണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ മരണാനന്തരമാണ് ക്രൈസ്തവ സഭ അരുണാചൽ പ്രദേശിൽ അതിശക്തമായി വളർച്ച പ്രാപിക്കുന്നത്. ഇന്ന് അരുണാചൽ പ്രദേശിന്റെ ജനസംഖ്യയിൽ പകുതിയിലധികം ക്രൈസ്തവരായി മാറ്റപ്പെട്ട സാഹചര്യത്തിൽ RSS പോലെയുള്ള ഹൈന്ദവ സംഘടനകളും ഗവൺമെന്റ് സംവിധാനങ്ങളും ഇതിനെതിരെ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുവാനായിട്ട് തീരുമാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ നിയമം യാഥാർത്ഥ്യമാക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അതിന് മുഖാന്തരമായത് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവാണ്. ഹൈക്കോടതിയിൽ ഒരാൾ ഒരു പരാതി സമർപ്പിക്കുന്നു. ഇൻഡിജിനിയസ് ഫെയ്ത്ത് ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ പ്രവർത്തകനായ ഒരാൾ ഒരു പരാതി സമർപ്പിക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാർച്ച് മാസത്തിനകം ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട് നടപ്പിലാക്കുന്നതിനുള്ള നിയമനിർമ്മാണം നടത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ പെമാ ഖണ്ഡുവിന്റെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അതിനെയാണ് ക്രൈസ്തവ സമൂഹം ശക്തമായി എതിർപ്പുകളുമായി നേരിടുവാൻ പോകുന്നത്. എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഒരു കമന്റ് ഞാൻ കണ്ടു. എന്തുകൊണ്ടാണ് ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശമായ അരുണാചൽ പ്രദേശിൽ BJPക്ക് ഭരണം ലഭിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരം ഇതാണ്. അരുണാചൽ പ്രദേശ് മാത്രമല്ല, നോർത്ത് ഈസ്റ്റിലെ 7 സംസ്ഥാനങ്ങളും അവരുടെ നിലനിൽപ്പ് തന്നെ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ഫണ്ട് ഉപയോഗിച്ചാണ്. ഭീമമായ ഫണ്ട് കേന്ദ്ര സർക്കാർ ഈ പ്രദേശങ്ങളിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ദീർഘവർഷങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്നു. കാരണം ഈ സംസ്ഥാനങ്ങൾക്ക് വരുമാനം കുറവുള്ള സംസ്ഥാനങ്ങളാണ്. അവരുടെ നിലനിൽപ്പ് തന്നെ ഈ കേന്ദ്ര ഫണ്ടിനെ അടിസ്ഥാനമാക്കിയാണ്. അതുകൊണ്ട് കേന്ദ്രത്തിൽ ആര് ഭരണം നടത്തുന്നോ അവരോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് ഈ സംസ്ഥാനത്തെ പൊതുവിലുള്ള രാഷ്ട്രീയക്കാരുടെ രീതിയാണ്, ജനങ്ങളുടെ രീതിയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ ആര് ഭരണം നടത്തുന്നോ അവരോടൊപ്പം നിൽക്കുവാനുള്ള ഒരു മനോഭാവമാണ് നോർത്ത് ഈസ്റ്റിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾക്കുള്ളത്. അത് BJPക്ക് അനുകൂലമാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഒരു കാര്യം യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ 50 വർഷങ്ങൾ കൊണ്ട് അരുണാചൽ പ്രദേശ് സമൂലമായ മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കുന്നു. ക്രൈസ്തവ സഭ അതിശക്തമായി അവിടെ വളർച്ച പ്രാപിച്ചിരിക്കുന്നു. ഈ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തുവാൻ വേണ്ടി ഗവൺമെന്റ് സംവിധാനങ്ങൾ ഒരുക്കുന്ന ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി എത്രത്തോളം മുൻപോട്ട് പോകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഫെബ്രുവരി മാസം 21-ാം തീയതി അരുണാചൽ പ്രദേശിലെ ക്രൈസ്തവ സഭകളെ, അതിൻ്റെ നേതൃത്വത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് ചർച്ചയ്ക്ക് വേണ്ടി ക്ഷണിച്ചിരിക്കുകയാണ്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ, അതിലെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ നിയമ നിർമ്മാണവുമായി ഗവൺമെന്റിന് മുൻപോട്ട് പോകാൻ സാധിക്കുക എന്ന് കരുതപ്പെടുന്നു. ഏതായാലും അരുണാചൽ പ്രദേശിലെ ക്രൈസ്തവ സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുക, അവിടെയുള്ള ക്രൈസ്തവ സമൂഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവരുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ടതിനും അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതിനും അവർക്ക് നമ്മുടെ പ്രാർത്ഥന അനിവാര്യമാണ്.